ഇത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സാറേ, ശാലോം ടി വിയിൽ സാറിനോടൊപ്പമുള്ള രണ്ടാമത്തെ ഒരു എപ്പിസോഡാണിത്. സ്നേഹപൂർവ്വം സ്വാഗതം. താങ്ക് യു. ആദ്യ എപ്പിസോഡിൽ വളരെ ഹൃദ്യമായി സാറ് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വീടിൻ്റെ ഒരു പശ്ചാത്തലം. താന്നിപ്പുഴയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാലടിക്കടുത്ത് താന്നിപ്പുഴ എന്നൊരു സ്ഥലത്താണ് സാറിൻ്റെ തറവാടുമെല്ലാം. അപ്പച്ചൻ ആദ്യമായിട്ട് പള്ളിയിൽ കൊണ്ടുപോകുന്നതും മണിയടിക്കുമ്പോൾ ഈശോ വരും എന്നുള്ള ആ ഒരു വലിയ അപ്പച്ചൻ തന്ന ഒരു ഓർമ്മപ്പെടുത്തലിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഓർമ്മ പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് 9 മക്കളുള്ള നിങ്ങളുടെ കുടുംബം, അതിനുശേഷം വിവാഹിതനായതും ഭാര്യയും 3 മക്കൾ, 2 പെൺമക്കളും ഒരു മകനും, എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായി. സാറിന് ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പല വിധത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു സാർ വളരെ കാര്യമായി പറഞ്ഞത്. ഒന്ന്, എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റവും മുമ്പിൽ ഞാൻ പോയി നിൽക്കുന്നതുകൊണ്ടാണ് ദൈവം ഇന്നും എന്നെ മുമ്പിലെത്തിക്കുന്നത് എന്ന് സാറ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്കും പള്ളിയിലൊക്കെ പോകുമ്പോൾ തിരുക്കർമ്മങ്ങളിലൊക്കെ മുമ്പിൽ നിന്ന് സാറ് പങ്കെടുക്കുകയും മക്കളെയൊക്കെ അങ്ങനെ നിൽക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്ത ഒരു രീതിയെക്കുറിച്ച് സാറ് പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം സാറ് പറഞ്ഞത്, കുഞ്ഞുനാൾ മുതൽ അമ്മയിൽ നിന്നുമൊക്കെ മാതാവിനെക്കുറിച്ചുള്ള സുഹൃതജപം, അല്ലെങ്കിൽ പല സുഹൃതജപങ്ങൾ, അതിൽ ആദ്യം പഠിപ്പിച്ചൊരു സുഹൃതജപം പോലെ പറഞ്ഞത് എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ. അത്തരത്തിലുള്ള ചില പ്രാർത്ഥനകൾ, അമ്മയിൽ നിന്ന് കിട്ടിയ ചില പരിശീലനങ്ങൾ, ഇടവക ദേവാലയത്തിലെ പരിശീലനങ്ങൾ, മറ്റു പ്രധാനപ്പെട്ട കാര്യം സംഘടനകളിലൂടെയൊക്കെ, ഭക്തസംഘടനകളിലൂടെയൊക്കെ സാർ ഏറ്റവും ഒരു ഹൃദയത്തിൽ നിന്ന് നിറവോടുകൂടി പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നത് മരിയൻ സുഡാലിറ്റിയുടെ ആ പ്രാർത്ഥന ചെല്ലുന്ന രീതി. പിന്നീട് മിഷൻ ലീഗിലൂടെയൊക്കെ ഉണ്ടായ വളർച്ചകളെല്ലാം. സാർ, ഇവിടെ ഞാൻ വീണ്ടും സാറിന് നമ്മൾ ആദ്യ എപ്പിസോഡിൽ പരാമർശിച്ചു പോയ ഒരു കാര്യത്തിലേക്കാണ് ഇവിടെ വീണ്ടും ശ്രമിക്കുന്നത്. സാറ് പറഞ്ഞു മക്കളെയൊക്കെ വളർത്തിയ രീതിയെക്കുറിച്ച്. എനിക്കും അതിൽ മൂത്ത മകളെയും മരുമകനെയൊക്കെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട് ജീസസ് യൂത്തിലൂടെയൊക്കെ. സാറിൻ്റെ എല്ലാ മക്കളെയും സാർ ആ വിശ്വാസത്തിൻ്റെ വഴിയിൽ നടത്തിക്കൊണ്ടുവരുന്നു. അതിന് ചില പരാമർശങ്ങളും നടത്തി ആദ്യ എപ്പിസോഡിൽ. അതുപോലെ ചേച്ചിയും സാറും ഒക്കെ കുടുംബം ഒരു വിശ്വാസ വഴിയാണ്. ഇത്രയും തിരക്കിനിടയിലും എങ്ങനെ കുടുംബത്തിൻ്റെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഈ ഒരു വിശ്വാസ യാത്രയിൽ അവരെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സാർ? അതിന് വേണ്ടി ഒരു പ്രത്യേകിച്ച് ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആയിരിക്കുന്ന പോലെ ജീവിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ദൈവമേ, ഞാൻ കാണപ്പെടുന്ന പോലെ ആയിരിക്കാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ ആയിരിക്കാനും എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു കുടുംബ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി എന്നും പ്രാർത്ഥിക്കുന്ന സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഒരു കുടുംബജീവിതം തരണമെന്നുള്ളത്. അപ്പം പ്രാർത്ഥന ദൈവം നന്ന മക്കളെ അവരൊരുമിച്ച് കുടുംബജീവിതം കഴിക്കണം. അപ്പം അവരോട് ഒരുമിച്ച് കഴിയാനുള്ള ഒരു സ്പേസ് അന്ന് ഞങ്ങൾ ഇത്രയേറെ തിരക്കുണ്ടെങ്കിലും ചെറിയ സ്പേസ് അവർക്ക് കൊടുത്തിരുന്നു. ഞാനിപ്പോഴും സന്തോഷത്തോടെ ഓർക്കുന്ന ഏറ്റവും കൂടുതൽ സ്പേസ് അവർക്ക് കിട്ടിയിരുന്നത് ഞങ്ങളുടെ ഒരു യാത്രയിലായിരുന്നു. ഞങ്ങളുടെ ഈ ഞായറാഴ്ച ദിവസം നിർബന്ധമായിട്ട് ഞങ്ങൾ കാലടി പോയിരുന്നു, താന്നിപ്പുഴ അപ്പച്ചനും അമ്മച്ചികളും. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും മരിക്കുന്നവരെ എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച ദിവസം കുട്ടികളുടെ കാറ്റഗറിസം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്ന അവിടേക്കാണ്. എൻ്റെ വൈഫിൻ്റെ വീടും കൂടെ കൂടി അവിടെ തന്നെ ആയിരുന്നുകൊണ്ട് 2 കുട്ടികളുടെ വീടുകളിലും പോകും. എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് മടങ്ങി വരും. ഒരു ഞായറാഴ്ച പോലും ഞങ്ങളത് മടക്കിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കുടുംബമായിട്ടുള്ളൊരു പൊക്കളിൽ കൂടി ബന്ധപ്പെടുന്നു. അപ്പോൾ അവർ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത്, മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണന, അവരോട് നടത്തുന്ന അവരോടുള്ളൊരു മനോഭാവം, അത് അവരെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തേത്, നമ്മൾ അവരോട് കൂടി ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് അവരെ നമ്മൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അടുത്തറിഞ്ഞ് അവരെ സഹായിക്കും. ഞാൻ എൻ്റെ പ്രസംഗത്തിലൊരിക്കാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യയെയും മക്കളെയും ഇരുത്തിക്കൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്നുള്ളത്, വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ കഴിയാന്നുള്ളതാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ പറയുന്നത് ജീവിച്ച കാര്യങ്ങളാണ് ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ അത് അവർ പ്രസംഗിക്കും, അവരായിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അവരോടൊപ്പം ഒരു ജീവിതയാത്ര, ആ ജീവിതയാത്ര എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പരിശീലിച്ചതും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പുലർത്തുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നാം കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതിന് കൊടുക്കുന്ന ഒരു സ്പേസ്, അത് രണ്ടും മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ചെയ്യണം.
അപ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ബലി ജീവിതത്തിൽ പൂർത്തിയാക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയുടെ ഒരു തുടർച്ചയാണ് ആ ജീവിതം എന്ന് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അതിനെ ഞാൻ എന്നും പരിശ്രമിച്ചിട്ടുള്ളത്. സന്തോഷം സാറേ. സാർ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. സഭയാവുന്ന അമ്മയിലൂടെ മാതാവിലൂടെ അല്ലാതെ ദൈവമാവുന്ന പിതാവിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. സഭയോട് ചേർന്നുള്ള സഭാഗാത്രത്തിൽ അല്ലേ, സഭയോട് ചേർന്നുള്ളൊരു വളർച്ചയല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. സാറിൻ്റെ ജീവിതം മുഴുവൻ അത് കാണിക്കുന്നതാണ്. എങ്കിലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി സാറിൻ്റെ ജീവിത പശ്ചാത്തലത്തിലൊന്ന് പറയാമോ സാർ? അതിൻ്റെ ഒരു 2 വശങ്ങൾ പറയാം. ഒരു വശം എന്ന് പറയുന്നത്, നമ്മൾ ഈ ദൈവവിശ്വാസത്തിൽ വളരാൻ എന്നെ പരിശീലിപ്പിക്കുന്ന ആരാ? സഭയിൽ നിന്നാണ്. എവിടെയെങ്കിലും എനിക്ക് കുറവ് വന്നാൽ അത് പരിഹരിച്ച് കിട്ടുന്നത് എവിടെയാണ്? സഭയിലാണ്. എവിടെ ഞാൻ വിശുദ്ധിയിൽ വളരുന്നത് എങ്ങനെയാണ്? സഭയിലെ ശുശ്രൂഷകളിലൂടെയാണ്. അപ്പം കുദാശ ജീവിതങ്ങളും സഭയുടെ അനുഷ്ഠാന പ്രാർത്ഥനകളും സഭയാകുന്ന ഒരു ഗാത്രത്തോട് ബന്ധപ്പെടുത്തി നിന്നാൽ മാത്രമേ, കർത്താവ് പറഞ്ഞ തായ്ച്ചെടിയോട് ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാനാവില്ല. അപ്പോൾ ഈ അർത്ഥത്തിൽ സഭയാകുന്ന ഒരു തായ്ച്ചെടിയാണ്. ആ സഭയോട് ചേർന്ന് നിൽക്കുക, അവിടെ കുദാശകൾ സ്വീകരിക്കുക. നമ്മളാലാവുന്ന വിധം ആ സഭാഗാത്രത്തോട് പൂർണ്ണമായി ഒട്ടിച്ചേർന്നുകൊണ്ട് നമ്മൾ പറ്റുന്ന ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ആ ഒരു ഉൾച്ചേർച്ച എന്നുള്ളത്, അത് ഒരു വശം എന്നുള്ളത്. രണ്ടാമത്തെ വശം എന്നുള്ളത് സഭയുടെ മറ്റൊരു പ്രവർത്തന വശമാണ്. അപ്പം സഭ എൻ്റെ കുടുംബമാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. നമ്മൾ കൈത്താക്കാലത്തെ പ്രാർത്ഥനയിൽ സഭയെക്കുറിച്ച് ചിന്തിക്കാൻ, അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുള്ള സന്മനസ് അങ്ങനെ ജനത്തിന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ സമയത്ത് മനസ്സിൽ ഒന്നും കൂടെ ചേർക്കും, സഭയോടൊത്ത് ചിന്തിക്കാൻ മാത്രമല്ല സഭയെക്കുറിച്ച് ചിന്തിക്കാനും. സഭയോടൊത്ത് ചിന്തിക്കാനും എൻ്റെ മനസ്സിനെ കൂടി ചേർക്കും സഭയെക്കുറിച്ച് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനം കഴിവിനൊത്ത് പങ്കാളിയാണ്. അപ്പം എൻ്റെ കുടുംബമാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടുംബത്തിൽ തന്നെ ഇടപെടണം. അല്ലാത്ത പക്ഷം ഞാൻ കുടുംബം അംഗമല്ല. വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, കുടുംബമായിട്ടൊരു ബന്ധമില്ല. നേരെ വെച്ചാൽ കുടുംബം എന്നുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഇടവകയുടെ അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനത്തിൽ തന്നെ ഇടപെടണം. അല്ലാതെ എനിക്ക് പോയി ഖുർആൻ കൊണ്ട് പോകുന്നു, ആരും ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ആരും ഉപദ്രവിക്കുന്നില്ല, അങ്ങനെ പോയി പോരാനുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് നടത്തി പോരാൻ വേണ്ടിയിട്ടുള്ളൊരു ആശ്വസിച്ച് പോരാനുള്ള ഒന്നല്ല സഭ എന്നെ സംബന്ധിച്ച്. സഭ എന്നുള്ളത് എൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം, കാരണം ഞാൻ ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ആ കുടുംബത്തോടൊത്ത് ഞാൻ നിൽക്കണം, കാരണം അത് എൻ്റെ കുടുംബമാണ്. അപ്പോൾ സഭയോടൊത്തും സഭയെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഭാഗമായി നിന്നാൽ മാത്രമേ നമ്മുടെ സഭാജീവിതത്തിൻ്റെ ആ ഒരു നിർവൃതി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ബോധ്യവും എൻ്റെ വിശ്വാസവും. എൻ്റെ ഇതേവരെയുള്ള ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. സാറേ, തീർച്ചയായിട്ടും സന്തോഷം. കാരണം ഞങ്ങൾ ഇത് വ്യക്തിപരമായിട്ട് ഞാനും ഒരു അൽമായ എന്ന നിലയിലും സാറിനെ പോലുള്ള ഒരാളുടെ ആ ഒരു ജീവിത വിശ്വസ്തയോടെ ദൈവം തരുന്ന ഈ ഒരു വളർച്ചയുടെ വഴി ഏറെ പ്രചോദനകരമാണ് നമ്മുടെയൊക്കെ ലൈഫിലും ഈ വിശ്വാസത്തിൻ്റെ വഴിയെ നടക്കാൻ. ഞാൻ മറ്റൊരു കാര്യം, പക്ഷേ സാറേ ഇതിനകത്ത് വെല്ലുവിളികളില്ലേ? കാരണം സാറിൻ്റെ വിശ്വാസത്തിൻ്റെ വഴിക്ക് കുറച്ചുകൂടെ ഒരു സങ്കീർണതയുണ്ട്. കാരണം സാറിൻ്റെ പ്രൊഫഷൻ, ഈ ഒരു നിയമത്തിൻ്റെ വഴിയിലുള്ള ഒരു യാത്ര, നീതിന്യായ വ്യവസ്ഥകളുടെ ഒരു തീരുമാനമെടുക്കേണ്ട, സാറ് തന്നെ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും 1000 ജഡ്ജ്മെൻറ്റ് പറയേണ്ടി വരുന്ന 10 പേരിൽ ഒരാളാകാൻ പറ്റി എന്ന് പറയുന്ന ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലല്ലോ. കാരണം ഈ ഒരു സമയം പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതിന് മുമ്പ് സാർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഇതുണ്ട്. സാർ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം ആണ് സാറിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അതുപോലെ ഇത് ബാക്കി മുമ്പ് സൂചിപ്പിച്ച കുടുംബം, സാഹചര്യങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും നടുവിൽ ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ സാഹചര്യങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വഴിയിൽ ഇതുപോലെ വിശ്വസ്തയോടെ ജീവിക്കുക എന്ന് പറയുന്നിടത്ത് വെല്ലുവിളികളില്ലേ, പ്രലോഭനങ്ങളില്ലേ, വീഴ്ചയ്ക്കുള്ള സാഹചര്യങ്ങളില്ലേ? എങ്ങനെ സാർ അതിജീവിക്കുന്നു? എന്താണ് അതിൻ്റെ രഹസ്യം? റൈജു, വീഴ്ചയ്ക്കുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ, പ്രലോഭനങ്ങളാണ് കൂടുതൽ, പ്രതിസന്ധികളാണ് കൂടുതൽ, പ്രശ്നങ്ങളാണ് കൂടുതൽ. ഇതിനെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഞാൻ എപ്പോഴും യാക്കോസ്ലിയുടെ ലേഖനത്തിലെ 4-ാമത്തെ ലേഖനത്തിലെ 8-ാമത്തെ, 1 നമുക്ക് പിശാചിനെ ചെറുത്ത് നിൽക്കാൻ കഴിയണം, 2 ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണം. ഈ ചെറുത്ത് നിന്നാൽ പിശാച് ഓടിപ്പോവും, ചേർന്ന് നിന്നാൽ ദൈവം ചേർന്ന് നിൽക്കും. ഇതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള. അപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ചെറുന്ന് എൻ്റെ കഴുത്തിലുള്ള ജപമാല എടുത്തിട്ട് ഞാൻ എൻ്റെ ശരീരം മൊത്തം ഊഷ്മ ചെയ്ത് ഞാൻ തന്നെ പ്രാർത്ഥിക്കും. ദൈവമേ, എൻ്റെ ശരീരത്തിലെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്പർശനേന്ദ്രിയങ്ങൾ, വിചാരം, വാക്ക്, വികാരം, ഇവയെല്ലാം ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് അഭിഷേകം ചെയ്യണം. പരിശുദ്ധ അമ്മയോട് ഞാൻ പറയാം, അമ്മ എൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ അമ്മയെ എൻ്റെ ഞാൻ കൈ വിട്ടോടിപ്പോകാൻ ശ്രമിച്ചാൽ എൻ്റെ കൈ വിടാതെ എന്നെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു ഒട്ടേറെ സമയം ഞാൻ ചെലവഴിക്കുന്നത് വ്യക്തിപരമായ ചില പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയിൽ അന്നത്തെ ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തികളും കേൾക്കാനുള്ള കേസുകളും നടത്താനുള്ള പ്രഭാഷണങ്ങളെല്ലാം അവരെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. അതിനകത്തെല്ലാം ദൈവമേ നീ ആഗ്രഹിക്കാത്ത ഒന്നും സംഭവിക്കാതിരിക്കാനും
നീ പ്രതീക്ഷിക്കുന്നതെല്ലാം സംഭവിക്കാനും ആവശ്യമായിട്ടുള്ള നിറവ് നിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. മിഖാൽമാരോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, യാതൊരു തരത്തിലുള്ള പൈശാചിക ശക്തികളോ അന്ധകാര ശക്തികളോ എന്നിലോ കുടുംബത്തിലോ എൻ്റെ കൂട്ടായ്മകളിലോ സംഘടനകളിലോ എൻ്റെ പിന്നെ ഔദ്യോഗിക ജീവിതത്തിലോ ഉത്തരവാദിത്തങ്ങളോ കടന്നു വരാത്ത നോക്കിക്കൊള്ളു. പിന്നെ ഞാൻ ദൈവത്തോട് ഒന്നും പറഞ്ഞിട്ട്, ദൈവമേ എൻ്റെ കഴിവ് കുറവുണ്ടോ, എൻ്റെ ഒരുക്ക് കുറവുണ്ടോ, നീ എന്നെ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരാതെ നിന്ന് നോക്കിക്കൊള്ളണം. കാരണം ഞാൻ ആ ഒരു കുറവ് എന്നിലൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല നിനക്കും ദോഷം തന്നെയാണ്. കാരണം നിൻ്റെ മകനെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മകൻ, ആ മകനിലൊരു ഒരു ഒരു വീഴ്ച വന്നാൽ ആ വീഴ്ചയുടെ ദോഷം എൻ്റെ ഈശോയെ നിനക്കും ഉണ്ടാകും. അതുകൊണ്ട് പ്രത്യേകം കാത്തുകൊള്ളണം എന്നുള്ളൊരു അപേക്ഷ. പിന്നെ ഞാൻ നിരന്തരമായിട്ട് ചെല്ലുന്നത്, പിന്നെ എന്നും ഇടപെടാതെ ചെല്ലുന്ന ഒരു പ്രാർത്ഥനകളിൽ പെട്ടതാണ് 34-ാമത്തെ സങ്കീർത്തനം, 91-ാമത്തെ സങ്കീർത്തനം. ഈ 2 സങ്കീർത്തനം ചെല്ലുമ്പോഴും പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം, ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിക്കാറുണ്ട്. മാതാവിൻ്റെ സ്വാസ്ത്രീയതം ഞാൻ പെട്ടാറുണ്ട്. ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അതിനകത്ത്, ഒരു ബന്ധൻ പ്രാർത്ഥന. ഇത്രയും പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ ചെല്ലുന്നതാണ്. ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത്. അപ്പം ഇത് കുടുംബ പ്രാർത്ഥന കൂടാതെയുള്ള പ്രാർത്ഥനകളാട്ടോ. അതിനൊരു വേദനയുടെ ഭാഗം ഞാൻ വായിക്കും. ഞാൻ നടത്തുന്ന എല്ലാ കേസുകൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ആ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നീതി എന്നുള്ള ദൈവമേ, ആത്യന്തികമായിട്ട് നീതി എന്നുള്ളത് സത്യമാണ്. സത്യം എന്നുള്ള ദൈവമേ നീയാണ്. അപ്പോൾ നീയാകുന്ന സത്യത്തിന് ഒരു പോറലും വരാത്തോണം നീതിയുടെ പൂർണ്ണത ഈ കേസുകളിൽ ഉണ്ടാകാനായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളൊരു ഒരു താഴ്മയോടുള്ള പ്രാർത്ഥന. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല, നിൻ്റെ കൃപ കൊണ്ട് എനിക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ അധ്വാനിച്ചോളാം. ഞാൻ അധ്വാനിക്കാതെ നിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഞാൻ അധ്വാനത്തിൻ്റെ ഫലം കിട്ടാനായിട്ട് നിൻ്റെ നിറവ് ഉണ്ടാവണം എന്നുള്ള ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ആണ് എന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയിൽ 8000-ലധികം കേസുകൾ തീർപ്പാക്കി, പക്ഷേ 1000-ലധികം വിധി എഴുതിയെന്നുള്ളതാണ്. ഈ ഹൈക്കോടതിയിൽ 90,000-ലധികം കേസുകൾ ഞാൻ തീർപ്പാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങൾ, പ്രത്യേക ഒരു സ്ട്രെയിൻ ഇല്ലാതെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് എൻ്റെ വിശ്വാസം. ഇത്രയേറെ ആ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു നിറവ് കൊണ്ടാണ് അത് സാധിച്ചതാണ് ഇന്ന് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് ചിന്തിച്ചാൽ പോയി. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ കഴിവുകൊണ്ട് ഞാനൊരു ജഡ്ജ്മെൻ്റ് എഴുതുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എൻ്റെ കഴിവിനകത്ത് എൻ്റെ കഴിവ് എൻ്റെ പരിശ്രമമാണ്. ഞാൻ പരിശ്രമിക്കണം. ഞാൻ പരിശ്രമിക്കാതെ ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കാപട്യമാണ്. ഞാൻ പരിശ്രമിച്ചിട്ട് ആ പരിശ്രമത്തിൽ നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. ഞാൻ അതിനെ ശ്രമിച്ചിട്ടുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമക്കുറവിൻ്റെ ഒരു വീഴ്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പരിശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നീ തരണമെന്നുള്ള പ്രാർത്ഥന. സാർ, ഏറെ സന്തോഷം. കാരണം ഇന്ന് പൊതുവേ സാറ് നല്ലൊരു പ്രാസംഗികനും കൂടിയാണ്. ധാരാളം സ്ഥലത്ത് സാറ് ഈ ജസ്റ്റിസ് ആയിരുന്ന സമയത്തും അതിന് മുമ്പും ഒക്കെ വിളിക്കപ്പെട്ടിട്ടുള്ളത്, ക്ഷണിതാവായിട്ടുള്ളത് ഉദ്ഘാടനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒക്കെയാണ്. പലപ്പോഴും പ്രസംഗിക്കുന്നത് പോലെയല്ല പലരുടെയും ജീവിതം പോകേണ്ടി വരുന്നത്. സാർ ഇന്ന് ഇൻ്റർവ്യൂവിൽ പറയുന്നതുകൊണ്ട് മാത്രമല്ല, സാറിന് മറ്റു പല വിധത്തിലും സാറിനെക്കുറിച്ച് സാറിൻ്റെ പ്രിയപ്പെട്ടവരിലൂടെയും മറ്റുള്ളവരുടെയൊക്കെ അറിയുന്നത് വഴിയും സാറിന് ഈ മുമ്പ് പറഞ്ഞത് തന്നെയാണ് സാറിൻ്റെ സീക്രട്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഈ ദൈവകൃപയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ സാറിൻ്റെ സാധാരണ സ്വകാര്യ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലൊരു വിശ്വസ്തയോടെ ജീവിക്കാൻ സാറിന് പറ്റുന്നുണ്ട്. ഞാനൊരു ചെറിയ കാര്യം, ഇന്നത്തെ ആനുകാലിക കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കുമ്പസാരത്തെക്കുറിച്ച് എന്തുമാത്രം ഒരു പരിഹാസങ്ങളും തമാശകളും കോമഡികളും എല്ലാവരും ഒരു കലാകാരന്മാർ പോലും ഒരു പരിഹാസ വിഷയമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലം, അനാവശ്യമായി ഒരു രാഷ്ട്രീയമായ ഇടപെടലുകൾ പോലും ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടന്നൊരു കാലഘട്ടം ഇത്. പക്ഷേ ഏറ്റവും മനോഹരമായ നമ്മളുടെ ഒരു കൂതാശകളിൽ ഒന്നാണല്ലോ കുമ്പസാരം. സാറിൻ്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ കുമ്പസാരം സാറിനെ സഹായിക്കുന്നു? സൺഡേശാലവുമില്ല ഞാനൊരു വിശദമായൊരു ലേഖനം ആ കാര്യത്തെക്കുറിച്ച് വന്നത്. എന്താണ് കുമ്പസാരം? കുമ്പസാരം എന്നെ അപ്രകാരം സഹായിച്ചു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എൻ്റെ കൂടെയുള്ള കുമ്പസാരങ്ങളാണ് എന്നിലെ മാലിന്യങ്ങൾ നീക്കാനും എന്നെ കൃപയിൽ വളർത്താനും സഹായിച്ചിട്ടുള്ളത്. നമുക്കൊരു ദിവസം നന്നായിട്ട് വേർതിരിക്കുന്ന ദിവസം, കുളിച്ചില്ലാന്ന് എന്തൊരു അസ്വസ്ഥത പറ്റിയ ദിവസം, അത് ശരീരത്തിൻ്റെ പ്രക്രിയ. അതേപോലെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ ലോകത്തിൻ്റെ പൊടി ശരീരത്തിൽ പറ്റുന്ന പോലെ തന്നെ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ എവിടെയെങ്കിലൊക്കെ നമ്മളെ സ്പർശിക്കാം. അത് കുറേ കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിൽ തന്നെ ഒരു കവചമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഒരു പാപം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ആദ്യത്തെ നാണമുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം ആ പാപം ചെയ്യാൻ നാണമില്ല, മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യാൻ ആ പാപം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നാലാമത്തെ പ്രാവശ്യം ആ പാപം ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല, പാപം തോന്നുപോലുമില്ല. നേരെ മറിച്ച് നമുക്ക് ആദ്യത്തെ പാപത്തിൽ നിന്നുണ്ടാകുന്ന ലജ്ജയിൽ തന്നെ നമുക്ക് ദൈവമേ ആ അനുതാപത്തോട് ദൈവത്തിലേക്ക് തിരിയാനും
ദൈവമേ നിൻ്റെ കൽപ്പനയ്ക്കും നിൻ്റെ സ്നേഹത്തിനും നിൻ്റെ വിശ്വസ്തതയ്ക്കും എതിരായി ഞാൻ മറുതലിച്ചു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു, അതുകൊണ്ട് നീ എന്നോട് പൊറുക്കണം. ഇനി ഞാൻ വീഴാതെ ഞാൻ പരിശ്രമിച്ചോളാം, ഈ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് വൈദികനോട് പറഞ്ഞ് വൈദികൻ തരുന്ന ആ ഒരു ക്ലാരിഫിക്കേഷൻ അല്ല, ഒരു ഉപദേശവും വൈദികൻ കൽപ്പിക്കുന്ന പ്രാശ്ചിത്വം, ഇതൊക്കെ നിർവഹിച്ച് കഴിയുമ്പോഴത്തേക്കും നിന്നിൽ കിട്ടുന്ന ഒരു നിറവെന്ന് പറയുന്നത് വലിയൊരു നിറവാണ്. ഞാനിന്നും മക്കളോടോ ഒക്കെ പറയാറുണ്ട്, കുമ്പസാരിക്കേണ്ട സമയമായെന്ന തോന്നണേ പറയാറുണ്ട്. കാരണം നമുക്കറിയാം, അസ്വസ്ഥത കാണുമ്പോൾ അറിയാം എവിടെയോ നമുക്കൊരു ഒരു 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 കുറവുണ്ട്. ആ കുറവെന്ന് പറഞ്ഞാൽ എന്താ, ദൈവാനുഗ്രഹം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ പറ്റാത്തവണ്ണം എവിടെയോ ചില തടസ്സങ്ങൾ നിൽക്കുന്നു. ആ തടസ്സങ്ങൾ എന്താ, ആ തടസ്സങ്ങൾ നമ്മൾ വന്നു കൂടിയിട്ടുള്ള മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങൾ കഴുകിക്കളയാതെ ഒരിക്കലും നമുക്ക് നമ്മളിലേക്ക് ക്രമ ഒഴുകില്ല. ശരീരത്തിൽ നമുക്ക് കണ്ടമാനം വേർപ്പിരിക്കുമ്പോൾ നമ്മൾ എണ്ണ പറ്റിയിട്ട് വല്ല ആയിരുന്നു ഒരു കാര്യമില്ല, എന്താ വേർപ്പൊക്കെ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ശരീരം ശുദ്ധിയാക്കുന്ന പ്രക്രിയ പോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കണം. ആത്മാവിൽ ദൈവത്തിന് വേദന ഉണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ അവിശ്വസ്തത കൊണ്ടോ നമ്മുടെ അനുസരണക്കേട് കൊണ്ടോ നമ്മുടെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുള്ള മാലിന്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടെയുള്ള കുമ്പസാരത്തിലൂടെ നമ്മളെ വിശദീകരിക്കാൻ കഴിയും. ആ കൂടെയുള്ള കുമ്പസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അങ്ങനെ കുമ്പസാരിക്കുന്ന വഴിയായിട്ട് നമുക്ക് കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ, വിശ്വസ്തതയോടെ ജീവിക്കാൻ ഒത്തിരി സഹായമായിട്ടുണ്ട്. ഈ വിശ്വസ്തത എന്നുള്ളത് വിശുദ്ധി തന്നെയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ജീവിതത്തിൽ നാം പുലർത്തുന്ന വിശ്വസ്തതയാണ്. ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാതെ അല്ലെങ്കിൽ ദൈവത്തിനും സീസറിനും എന്ന് പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന വിശ്വസ്തതയുടെ അളവ് കുറവാണ് യഥാർത്ഥത്തിലുള്ള പാപം എന്ന് പറയുന്നത്. കാരണം ദൈവത്തോടുള്ള വിശ്വസ്തത കുറവാണ് നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധതയുടെ എതിർവശം എന്താ, നമ്മുടെ കാപട്യം, കളവ് എന്നൊക്കെ പറയുന്നത്. സത്യസന്ധത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. അപ്പോൾ ഈ സത്യസന്ധതയോടെ ജീവിക്കുക എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ സത്യസന്ധതയോടെ ജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ കൂടെയുള്ള ഈ പറയുന്ന അനുരഞ്ജന കുദാശ, എവിടെയെങ്കിലും ദൈവം ഒരു വിശ്വസ്തതയ്ക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, പോറലേറ്റിട്ടുണ്ടെങ്കിൽ, മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ, മയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമെന്നുള്ള ഒരു തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിൽ ദൈവത്തിൻ്റെ വലിയൊരു കയ്യൊപ്പിൻ്റെ കൃപ നമുക്ക് കിട്ടും, കൂടുതൽ ശക്തിയുള്ളതായിരിക്കും. എന്നെ വഴി നടത്തുന്നത് ആ തരത്തിലുള്ള അനുരഞ്ജന കുദാശകൾ, കൂടെ നടത്തുന്ന അനുരഞ്ജന കുദാശകൾ, വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വാർഷിക ധ്യാനം, ഒരു തീർത്ഥാടനം, ഇതൊക്കെ ഒരു ഉല്ലാസയാത്ര. 3 കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം 3 കാര്യങ്ങളും ഞാൻ ചെറുപ്പം മുതലേ മക്കളുടെ കൂടെയാണ്, ഇപ്പം മറ്റെല്ലാം ഓരോ വഴിക്കായല്ലോ. എല്ലാ വർഷവും മുടങ്ങാതെ നിർവഹിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്. 1, അവരോടൊന്നിച്ചിട്ടുള്ള ഉല്ലാസയാത്ര, എവിടെയെങ്കിലും പോയിരിക്കും. 2, അവരോടൊരുമിച്ചുള്ള തീർത്ഥാടനം, ഏതെങ്കിലും ഒരു തീർത്ഥാടനം. അതിനകത്ത് അധികവും കൂടുതൽ ഞങ്ങൾ പോയിട്ടുള്ള വേളാങ്കണ്ണിയിലാണ്. വേളാങ്കണ്ണി പോകുന്ന ആൾ അമ്മ വീട്ടിൽ പോകുന്നവരെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു സന്ദേശം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ ഒരു തീർത്ഥാടനം. 3ാമത്തെ ഒരു വാർഷിക ധ്യാനം, എല്ലാവരും ഒരുമിച്ചുള്ള വാർഷിക ധ്യാനം. ഇന്നും ജീവിതത്തിൽ മുടക്കം വരാതെ ഞാൻ നടത്തുന്നത്, എല്ലാ വർഷവും നടത്തുന്ന ഒരു 4-5 ദിവസത്തെ എവിടെയെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ 5 ദിവസം ധ്യാനിക്കുക. അത് നിവൃത്തിയുള്ളിടത്തോളം കുടുംബം ഒന്നിച്ചേ ധ്യാനിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ ഓരോരുത്തരും ഓരോ വഴിക്കായതുകൊണ്ട് സാധിച്ചു തരില്ല. സാധിക്കുന്നവരെല്ലാവരും കൂട്ടിക്കൊണ്ട് ധ്യാനം നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സർവീസിങ്, ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്നവർക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കേടാവും, ഉപയോഗം അതിൻ്റെ ആയുസ് കുറയും, വണ്ടിയുടെ ആയുസ് കുറയും. അപ്പോൾ എൻ്റെ ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നു, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷത്തിൽ നിന്ന് ആദരങ്ങളെയും സൂക്ഷിക്കുക. എന്താ എൻ്റെ അർത്ഥം? വിശുദ്ധിയോടെ ജീവിക്കുക. വിശുദ്ധിയോടെ ജീവിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലും അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അശുദ്ധി കഴിക്കാതെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുക, ദൈവത്തിൻ്റെ മക്കളോടും അനുരഞ്ജനപ്പെടുക. അപ്പോൾ സഹോദരനോട് ചെയ്തതായ തിന്മയ്ക്കെതിരായും അതുവഴിയായി ദൈവത്തിനുണ്ടായ വേദനയെ അകറ്റാനായിട്ട് സഹായിക്കുന്നത് ഈ കുമ്പസാരം എന്നുള്ള ഏക കുദാശയാണ്. ആ കുമ്പസാരം എന്ന കുദാശയിലൂടെ സ്വീകരിക്കുന്ന വിശുദ്ധിയാണ് സത്യത്തിൽ ജീവിതത്തിൽ തെളിമയോടെ, ആ ഒരു തുറവിയോടെ ജീവിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളൂ, ഇന്നും സഹായിക്കുന്നു. സാർ, എനിക്ക് 2 വ്യത്യസ്തങ്ങളായ 2 മേഖലകളെ കുറിച്ച് ചോദിക്കാനുണ്ട്. പക്ഷേ ഞാൻ അതിൽ ആദ്യത്തെ ഭാഗം ഒന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ന് ഒരു പക്ഷേ നമ്മളുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളിലും ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസ് എന്ന് പറയുന്നത് ദൈവഹിതം മനസ്സിലാക്കുക എന്നുള്ളതാണ്. 1, മനസ്സിലായ ദൈവഹിതത്തെ ചേർത്ത് പിടിക്കാനുള്ള ധൈര്യക്കുറവ് മറ്റൊരു കാര്യമാണ്. സാറ് നമ്മൾ ഈ എപ്പിസോഡിൽ പല പ്രാവശ്യം ആവർത്തിച്ചത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇതിനെക്കുറിച്ചാണ്. നമ്മൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പോലും സാറ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്നിലൂടെ വരട്ടെ, അതുകൊണ്ട് ഇടയ്ക്ക് എന്നെ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം പരിശുദ്ധാത്മാവാണ് എന്നോട് സംസാരിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രം മതി. അനുദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം
നയിക്കൽ, അല്ലെങ്കിൽ ഇച്ചിരൂടെ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം എന്താ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? വളരെ ലളിതമാണ് ആ ഒരു റൈജു. നമ്മൾ മനസാക്ഷി എന്നുള്ള വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. റൈജുവും ഞാനൊക്കെ എന്നും ഉപയോഗിക്കും. മനസാക്ഷി എന്താ മനസ്സ് സാക്ഷി? മനസ്സ് സാക്ഷിയാണെന്നാണ് മനസാക്ഷി. എന്താ മനസ്സ്? മനസ്സിൽ ദൈവാത്മാവിൻ്റെ നിമന്ത്രണങ്ങളാണ് മനസാക്ഷി. ദൈവാത്മാവിൻ്റെ ആലയമാണ് എൻ്റെ മനസ്സ്. ആ മനസ്സ് സാക്ഷിയാവുന്ന ദൈവാത്മാവ് എന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ മുമ്പിൽ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വഴിയും കാണിച്ചു തരും. പക്ഷേ അതിനകത്ത് ആ ദൈവത്തിൻ്റെ സ്വീകാര്യമായ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് യെസ് പറയുമ്പോഴാണ്. നമുക്ക് നോയും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, യെസ് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നോ പറഞ്ഞാൽ ദൈവം വേദനിക്കും, യെസ് പറഞ്ഞാൽ ദൈവം സന്തോഷിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ യെസ് പറയണമെന്നാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നോയും പറയാം, യെസ് പറയാം. പക്ഷെ മനസാക്ഷിയുള്ള ആൾ, ഈ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സിന്, അതുകൊണ്ടാണ് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരും ദൈവത്തിന്. ഹൃദയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധി, അല്ലെങ്കിൽ ശരിയായ മനസാക്ഷി, നേരായ മനസാക്ഷി എന്നുള്ളത്. ആ മനസാക്ഷി ഒരു വിശുദ്ധിയുള്ള മനസാക്ഷി പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ഈ നിമന്ത്രണം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട്. അതിനുവേണ്ടി ആയാസപ്പെടേണ്ട, ആരോടും ചോദിക്കാനും പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഞാൻ റൈജുവിന് ഫോൺ വിളിച്ചു, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. റൈജുവിന് മറുപടി പറയണ്ടേ? അതിനും വേണ്ടി ഞാൻ കട്ട് ചെയ്താൽ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോൺ വിളിയാണ്. ഞാൻ വിളിച്ചു, ഈശോയ്ക്ക് ഡയൽ ചെയ്ത് കിട്ടി, ഈശോ ലൈനിൽ വന്നു. അപ്പോൾ ലൈനിൽ വന്നു കഴിയുമ്പോൾ ഒന്നിൽ ഞാൻ ഞാനാണല്ലോ ഡയൽ ചെയ്തത്, എനിക്കെന്തോ പറയാനായിട്ടാണല്ലോ ഞാൻ പറയും, വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് എന്താ പറയാണെന്ന് കേൾക്കാൻ പറ്റില്ല. ഇത് പറയുന്നതോടൊപ്പം അവിടെ നിന്നുള്ള മറുപടി എന്താണെന്ന് സേവിക്കാൻ മനസാക്ഷിയും തുറക്കണം, മനസ്സ് തുറന്നു വയ്ക്കണം. ആ തുറവി കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവണം. ആ വിശുദ്ധി എന്നുള്ളത് ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവമായിട്ടുള്ള അനുരഞ്ജനം ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ മനസാക്ഷിയുടെ ആ ഒരു തുറവിയോടുകൂടി ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. മനസാക്ഷി നിർമ്മലമാക്കിക്കൊണ്ട് ഹൃദയത്തെ വെടിപ്പാക്കിയും ജീവിച്ചാൽ മാത്രം മതി. മനസാക്ഷി നിർമ്മലമാക്കുക, ഹൃദയത്തെ വെടിപ്പാക്കുക. നമ്മൾ കുർബാന മധ്യേ നമ്മൾ പ്രാർത്ഥനയാണ്. അപ്പോൾ മനസാക്ഷി നിർമ്മലമാക്കി ഹൃദയത്തെ വെടിപ്പാക്കി കഴിഞ്ഞാൽ ഈ മറുതവശത്ത് നിന്നും ഫോൺ വിളിച്ച ആൾ പറയുന്നത് കൃത്യമായിട്ടും കേൾക്കാൻ പറ്റും. ആ വഴി അത് ചെവി കൊണ്ടല്ല നമുക്ക് കേൾക്കുന്നത്. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ചെവിയിൽ ആരോ പറഞ്ഞത്, ചെവിയിൽ പറഞ്ഞു തരുന്ന സംഭവങ്ങളുണ്ടാകാൻ കേട്ടോ, തീർച്ചയായിട്ടും. കാരണം ഓരോ വ്യക്തിയിലൂടെയും, കാരണം ഞാൻ എന്നുള്ള വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ ഈശോയ്ക്ക്, വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് കുരിയുന്നില്ല. അപ്പോൾ എന്നിലൂടെ ഈശോ സംസാരിക്കുന്നത് ചെവിയിലാവാം, ചിലപ്പോൾ കണ്ണിലാവാം, ചിലപ്പോൾ വിചാരത്തിലാവാം, ചിലപ്പോൾ ഒരു തോന്നലിലാവാം, ചിലപ്പം ഒരു കാഴ്ചയിലാവാം. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നുള്ളത് ഞാൻ ഈ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ മറുവശത്ത് നിന്ന് കിട്ടുന്ന ആ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരമാണ്. മനസ്സ് നിർമ്മലമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ദൈവം തോന്നിക്കുന്ന ആ വഴിയെ നമ്മൾ പോവുള്ളൂ. അത് തന്നെയാണ് ദൈവാത്മാവിൻ്റെ. എൻ്റെ രണ്ടാമത്തെ ചോദ്യവും സാറ് പറയുന്നത് ഒരു കറക്റ്റായിട്ട് ബന്ധപ്പെട്ട, ഇന്ന് ഈ ദൈവത്തിനെ കേൾക്കുക എന്ന് പറയുന്ന പരിപാടി വളരെ കുറവാണോ എന്ന് ചിന്തിക്കുന്നവർ ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമാണ്. സാറിനും തീർച്ചയായിട്ടും വളരെ പരിചിതമായിട്ടുള്ളൊരു ആത്മീയ ശൈലിയും കൂടിയാണ് കരിസ്മാറ്റിക് നവീകരണമൊക്കെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വഴിയിൽ ധാരാളം ആളുകൾ ബെനിഫിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു കാലം. പക്ഷെ ഇന്ന് നമ്മളെ ചുറ്റും നമുക്കറിയാം, ആളുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് ഓടി ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നത്, സ്വാഭാവികമായിട്ടൊരു കാര്യം. പക്ഷേ അങ്ങനത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാത്രം ഓടുന്ന ഒരു ആധ്യാത്മികത വളരെ കൂടി വരുന്നൊരു കാലത്താണ് സാർ ഈ പറയുന്നത് ഈശോയെ കേൾക്കുക. പ്രധാനപ്പെട്ടത് കർത്താവാണല്ലോ, പ്രധാനമായിട്ടും അവിടുത്തെ കൃപയാണല്ലോ. സാറിൻ്റെ മുഴുവൻ ഇതിനകത്തും വന്നത് അതാണ്, കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ ദൈവം നടത്തുന്ന വഴിയെ പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാറിൻ്റെ വാക്കുകളിൽ നിന്ന്. ഒരു സംശയമില്ല എന്താ റൈജു. അതായത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ വ്യക്തി എന്താ ചെയ്യണേ? ദൈവമേ ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാൻ എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. എൻ്റെ അസുഖം മാറണേ, നടുവേദന മാറണേ. ഞാൻ പലപ്പോഴും ഇതിനെ എത്രയോ വർഷങ്ങൾ നടുവേദന കൊണ്ടു നടക്കുന്ന ആളാണ്. പക്ഷേ എനിക്കറിയാം ആ നടുവേദന എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ളൊരു പടിയാണ്. അപ്പം ഞാൻ ഒരു അവസരത്തിൽ വീട്ടിൽ പറയായിരുന്നു, ഞാനൊന്ന് മാറാൻ വേണ്ടി പറഞ്ഞു, ഞാനൊരു വൈദ്യനെ ചികിത്സിക്കും പോലെയാണ്. കാരണം ഇത് എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പം ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല എന്ന് ഈശോ ഒരു സൗഖ്യസ്ഥലത്ത് പറയുന്നു. എന്ന് പറയുന്ന പോലെ ചില രോഗങ്ങൾ ഈശോയുടെ അടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ചില രോഗങ്ങൾ ഈശോയുടെ കാരുണ്യം പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആ കാരുണ്യം പ്രകടിപ്പിച്ച് ഈശോ മാറ്റും. ചില രോഗങ്ങൾ പ്രാർത്ഥിക്കാനുള്ളതാണ്, ചിലത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചില രോഗങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളോ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് നമുക്ക് വലിയൊരു അതിനാണ് അടയാളം.
ഒരു അടയാളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാവാം, ഒരു തിരിവിന് വേണ്ടിയിട്ടാവാം. അപ്പം ഈ നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈശോയെ മണിയടിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളും നേർച്ചകളൊക്കെ നൊവേനകളൊക്കെ മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആധ്യാത്മികതയുടെ വളരെ ഒരു എന്താ പറയുക മൂല്യം കുറഞ്ഞ പ്രകടനമാണ്. ആ മൂല്യം കുറഞ്ഞ പ്രകടനത്തെയാണ് ഈശോ ശപിച്ച കാപട്യം എന്ന് പറയുന്നുണ്ട്. കാരണം നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നു, നിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നീ എന്നെ വിട്ടു. അതൊരു ശരിയായ മനോഭാവമല്ല. അത് ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവവിചാരത്തോടെ ജീവിക്കുക, അത് മാത്രം മതി. ദൈവത്തിന് വേറെ ഒന്നും വേണ്ടത്. നമ്മളിപ്പം റൈജു ഭാര്യയെ സ്നേഹിക്കുന്നു. ഈ ഭാര്യ എന്നുള്ളത് മറന്നിരുന്നാലും നിറഞ്ഞിരിക്കുന്ന ആളാണ്. ദൈവം ഇതുപോലെ തന്നെ മറന്നിരുന്നാലും ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിറവോട് ജീവിക്കാൻ സാധിക്കും. ആ ദൈവത്തിൻ്റെ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എന്നിൽ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോടുള്ള ഒരു അവിശ്വസ്തത എന്നിൽ പാടില്ല. വിശ്വസ്തയോടുകൂടി ജീവിക്കണം. ആ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിക്കണം. ആ വിശുദ്ധി എന്നുള്ളത് സത്യസന്ധതയാണ്. ആ സത്യസന്ധത എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ സത്യം എന്നുള്ളത് നേരാണ്. ആ നേരെന്നുള്ളത് തുറവിയോടെ ജീവിക്കുക എന്നുള്ളത്. ഇത്രയും വളരെ ലളിതമായിട്ട് നമ്മുടെ ഈ ഭക്തി നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തുറവി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന 18 മരിയൻ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദൈവത്തോടും ലോകത്തോടുള്ള ഒരേ തുറവിയോട് ജീവിക്കാൻ സാധിക്കുക. കാരണം ദൈവം എന്നെ കാണുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ കാണാൻ കഴിയണം, എൻ്റെ മക്കൾക്ക് എന്നെ കാണാൻ കഴിയണം. അതേ തുറവിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു വെല്ലുവിളിയിലാണ് നമ്മൾ ഓരോരുത്തരും. ആ വെല്ലുവിളിയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്നത്. വലിയൊരു മരിയൻ സുഹൃത്ത് മാതാവ് ചെയ്ത് അത് തന്നെയായിരുന്നു. മാതാവിനെ ദൈവം കണ്ടുപോലെ മാതാവിനെ എല്ലാവർക്കും കാണാൻ കഴിയും. ആ ഒരു മരിയൻ സുഹൃത്തും എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പ്രധാനപ്പെട്ടത്. സാർ ആദ്യം നമ്മുടെ ഇടവക ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറഞ്ഞപ്പോൾ ഒക്ടോബർ മാസത്തിലെ മിഷൻ ഞായറാഴ്ചത്തെ പിരിവിനെക്കുറിച്ചൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സാർ പറയുന്നുണ്ടായല്ലോ. അപ്പോൾ മിഷനെക്കുറിച്ചുള്ള ആ സാറിൻ്റെ വാക്കുകളിൽ പോലും മിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു തീക്ഷ്ണത എനിക്ക് കാണാമായിരുന്നു. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ ജീവിതം ഇന്ന് ഒരുപക്ഷെ ഔദ്യോഗിക ജീവിതവൃത്തി ചെയ്തതുൾപ്പെടെ ഒരു വലിയ പ്രേക്ഷിത ജീവിതം തന്നെയാണ്, ഒരു സംശയമില്ല. എങ്കിലും റിട്ടയർമെൻറ്റായി അതിനർത്ഥം തീർച്ചയായിട്ടും വിരമിക്കുക എന്ന അർത്ഥമില്ല. തീർച്ചയായിട്ടും ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിച്ചു. പക്ഷെ ഇനിയും പ്രേക്ഷിതനായ ഒരു മിഷണറിയായ കുര്യൻ ജോസഫ് സാറിൻ്റെ ജീവിതം മുൻപോട്ട് തുടരുക. അപ്പോൾ ആ ഒരു പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് മുൻപോട്ട് ദൈവം കാണിക്കുന്ന ചില ഡയറക്ഷൻസ് അല്ലെങ്കിൽ ചില പ്രചോദനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? ദൈവാത്മാവിൻ്റെ ഒരു തുറവയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കലും അടഞ്ഞ മനസ്സായിട്ടിരിക്കില്ല. പക്ഷേ ദൈവം നയിക്കുന്നതായിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അതെന്താണ് എന്നിലൂടെ കർത്താവ് ഇനി ആഗ്രഹിക്കുന്നുള്ള ഒരു ഫേസ് എന്ന് ഞാൻ തിരിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാനിപ്പം ഡൽഹിയിൽ തന്നെ വസിക്കുക, ഡൽഹിയിൽ തന്നെ എൻ്റെ കുറച്ച് ജോലികൾ ചെയ്യുന്നുണ്ട് അതിനകത്ത്. പക്ഷെ ദൈവം എന്നെ വിളിക്കുന്ന വഴിയിൽ ഒരിക്കൽ പോലും ദൈവമാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നോ പറയില്ല. ദൈവം നീ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വിളിക്കുന്ന വഴിയിലൂടെ നടത്താൻ ആവശ്യമുള്ള കൃപയും ജ്ഞാനവും വിശുദ്ധിയും ആരോഗ്യവും നീ തരണം. ഇത് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് ഞാൻ എന്നും കാതോർത്തായിരിക്കുന്നത്. ഏത് വഴിക്ക് വിളിച്ചാലും ആ വഴിയെ ഞാൻ പോകും. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ ഈ വിശ്വസ്തയോടെ ജീവിക്കാൻ സാറിന് സാധിക്കട്ടെ. അത് എൻ്റെ വേറൊരു സുഹൃത്ത് ഇപ്പം റൈജു പറയണം, മരണം വരെയുള്ള വിശ്വസ്തത. ഇത് എൻ്റെ വേറൊരു പ്രാർത്ഥനപ്പെട്ടതാണ്. ഞാൻ മരിയൻ സുഹൃത്ത് ഞാൻ 18 മരിയൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിൽപ്പെട്ട ഒരെണ്ണമാണ് മരണം വരെയുള്ള വിശ്വസ്തത. നേരത്തെ പറഞ്ഞ ദൈവത്തോടും ലോകത്തോടുള്ള ഒരേ തുറവിയെന്ന് പറഞ്ഞു. താങ്ക് യു സാറേ. കാരണം ഈ 2 എപ്പിസോഡും വളരെ ഹൃദയം. കാരണം ഇത് വെറുതെ ഒരു പ്രസംഗമല്ലല്ലോ, സാറിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികൾ തന്നെയാണ് സാറ് പറഞ്ഞത്. എനിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടുള്ളതാണ്. കാരണം എൻ്റെ ജീവിതം കൊണ്ട് ദൈവം നീ മഹത്വപ്പെടണം, എങ്കിലേ നിൻ്റെ മഹത്വത്തിൽ എന്നെ നീ പങ്കുചേർക്കുള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നില്ല എന്നുകൊണ്ട് നിൻ്റെ മഹത്വത്തിൽ പങ്കുവരാൻ എനിക്ക് അവകാശമില്ല. നിൻ്റെ മഹത്വത്തിൽ പങ്കുവരാനുള്ള അവകാശമാണ് നീ എനിക്കെന്ന ജീവിതം കൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു എളിയ പരിശ്രമം അതാണ്. നിൻ്റെ മഹത്വത്തിന് ചേരുന്ന എല്ലാം എന്നിലൂടെ സംഭവിക്കണം, മഹത്വത്തിന് ചേരാത്ത ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ചെറിയ പ്രാർത്ഥന. അതുകൊണ്ടാണ് ആ ജീവിതം. സാർ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സാർ പറഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, അതിനെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് മക്കളോട് പോലും പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ പോലും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുള്ള പഠനം മതി എന്ന് പറയുന്നിടത്ത് സാറ് പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചപ്പോൾ, കർത്താവിന് സമയം കൊടുത്തപ്പോൾ, കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ, കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നിറവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് സാറ് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ആ നിറവിൽ സാർ അതിൻ്റെ ഒപ്പം ഉപയോഗിച്ച മറ്റൊരു വാക്ക് ജ്ഞാനം കർത്താവ് തരുന്നു എന്നുള്ളതാണ്. എന്നും മുൻപോട്ടുള്ള വഴിയിൽ ദൈവാത്മാവിൻ്റെ ഈ ജ്ഞാനം സാറിനെ നയിക്കട്ടെ. നിറവോടുകൂടി തന്നെ, ഒരിക്കലും ഒരു ഡ്രൈനെസ് അനുഭവിക്കാതെ നിറവോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. സാർ ആവർത്തിച്ച് പറഞ്ഞ വിശ്വസ്തതയും വിശുദ്ധിയും അവസാന ശ്വാസം വരെ സാറിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. ശാലോം TV യിലെ ഈ എല്ലാ ശ്രോതാക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം.
ഈ 2 എപ്പിസോഡിലെയും സാറിൻ്റെ സാന്നിധ്യത്തിന് തീർച്ചയായിട്ടും പ്രാർത്ഥന ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിക്കും. സാറേ, ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.